അപ്പോ ഇന്ത്യൻ പാർലമെന്റില് ലോക്സഭയില് കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണം 52. അതിലെ 16 കേരളത്തിൽ നിന്ന്, ബാക്കി 36 എണ്ണം ഇന്ത്യയിലെ ബാക്കി സംസ്ഥാനങ്ങളിൽ നിന്ന്. ഈ കണക്കൊന്ന് മനസ്സിൽ വെച്ചോ, ആവശ്യം വരും. കാരണം ഒന്നുകിൽ 36 അല്ലെങ്കിൽ അതും ഭാഗ്യമുണ്ടെങ്കിൽ 16 എന്നുള്ള ഒരു ലോക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ മോദി. നമസ്കാരം. അപ്പോ കോൺഗ്രസ് കുടുംബത്തിലെ ഇളമുറക്കാരൻ, ഭാവി പ്രധാനമന്ത്രി ആ സ്ഥാനം ഏറ്റെടുത്തിട്ട് 10 വർഷം തികയാൻ പോകുന്നു. ആ അവസരത്തില് അതും ഭാരത് ജോഡോ യാത്രയുടെ വമ്പിച്ച വിജയത്തിന് ശേഷം വടക്ക് കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിൽ നിന്ന് യാത്ര തുടങ്ങി 14 സംസ്ഥാനങ്ങളിലൂടെ പടിഞ്ഞാറൻ സംസ്ഥാനമായ ഗുജറാത്തിൽ അവസാനിക്കുന്ന രീതിയിൽ ഒരു ഭാരത് ന്യായ യാത്ര നടത്തി കുറച്ചെങ്കിലും അധികം സീറ്റ് നേടി ആ സ്ഥാനം നിലനിർത്താൻ ശ്രമിച്ചാല്, ഏത് ഭാവി പ്രധാനമന്ത്രി എന്നുള്ള സ്ഥാനം അത് നിലനിർത്താൻ ശ്രമിച്ചാല് സമ്മതിക്കില്ല. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇത്തവണ 6200 കിലോമീറ്ററുകളുണ്ട്. അതുകൊണ്ട് നടത്തം വേണ്ടാന്ന് വെച്ചു. നമ്മുടെ പിണറായി വിജയനെ മാതൃകയാക്കാൻ രാഹുൽജി അങ്ങോട്ട് തീരുമാനിച്ചു. അതായത് ഇത്തവണത്തെ യാത്ര പ്രത്യേകം സജ്ജീകരിച്ച ബസ്സിലാണ് എന്ന് സാരം. പക്ഷെ ഒരൊറ്റ വ്യത്യാസം, നാട്ടുകാരുടെ കാശല്ല, കോൺഗ്രസിന്റെ കാശാണ്. പിന്നെ പരിപാടികളിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം കമ്മിറ്റിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അതായത് കടലിൽ ചാടൽ, പൊറോട്ടയടി, നൃത്യങ്ങൾ, ട്രോളി ബാഗ് തലച്ചുമടാക്കൽ എന്നിങ്ങനെയുള്ള ഫാൻസി ഡ്രസ് അവതരണം യാത്രയിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കും എന്ന് സാരം. അപ്പോ വീണ്ടും നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. അതായത് ഭാവി പ്രധാനമന്ത്രി പദം നിലനിർത്താൻ സഹായിക്കാത്തത് ആരാണ് എന്ന് നിങ്ങൾ ചോദിക്കും. ചുരുക്കത്തില് ഇപ്പൊ ആരും സമ്മതിക്കാത്ത അവസ്ഥയാ. ഒറ്റയ്ക്കോ പറ്റില്ല. എന്നാൽ ഒരു തട്ടിക്കൂട്ട് ഇന്ത്യ സഖ്യമുണ്ടാക്കി നോക്കി. അപ്പോ ഖാർഗെ, നിതീഷ്, മമത അങ്ങനെ ഓരോരുത്തരും തുടങ്ങി അടി. അപ്പോതെ മോദിയുടെ വക ഒരു മണിച്ചിത്രത്താഴ്. KC വേണുഗോപാൽ മിണ്ടണില്ല, VD സതീശനും മിണ്ടണില്ല. ആകെ ഇത്തവണയെങ്കിലും വിദേശകാര്യമന്ത്രിയാവണം എന്ന് പ്രഖ്യാപിച്ച ശശി തരൂര് മാത്രം വാതുറന്നു. അത് ഉടനെ തന്നെ കക്കിയത് വിഴുങ്ങിച്ചോളും. അതിനൊരു അനുഭവവും അദ്ദേഹത്തിനുണ്ടല്ലോ. ഏത്? നമ്മുടെ ഹമാസ് വിഷയം. അതായത് സംഭവം അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയുടെ ക്ഷണം തന്നെ. 36 എന്നുള്ളത് കുറച്ചെങ്കിലും കൂട്ടണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മുതിർന്ന കോൺഗ്രസ് പ്രതിനിധി പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണം. പക്ഷേ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്താൽ കേരളത്തിലെ 16 കുറവ് വരും എന്നുള്ള ഒരു മുന്നറിയിപ്പ്. ഇനി പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിലോ അത് BJP ആയുധമാക്കും, ഉള്ള 36 പോയി കിട്ടും. അങ്ങനെ ചെകുത്താനും കടലിനും ഇടയിലായ അവസ്ഥ. കാരണം വേറൊന്നുമല്ല, നമ്മുടെ സമസ്തയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും തീവ്രമായ ഭീഷണിയാണ് കോൺഗ്രസ് ഇപ്പോൾ കേരളത്തിൽ നേരിടുന്നത്. അതായത് സമസ്തയുടെ മുഖപത്രത്തിൽ വന്ന എഡിറ്റോറിയലിലൂടെയാണ് ഭീഷണി. പള്ളി പൊളിച്ചെടുത്ത് കാല് വെക്കുമോ കോൺഗ്രസ് എന്നുള്ളതാണ് അവരുടെ ചോദ്യം. ചരിത്ര പുസ്തകത്തിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാനം ചവറ്റുകുട്ടയിലായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. പറയുന്നത് കേട്ടാല് ഇപ്പോ എന്തോ കൊമ്പത്താണ് എന്ന് തോന്നും. ഒരു കാര്യവുമില്ല. പക്ഷെ നമ്മുടെ താരം ഈ വിഷയത്തിലും പുലിവാല് പിടിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ വിശ്വപൗരൻ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് രാഷ്ട്രീയമല്ല, പകരം വിശ്വാസ സംബന്ധമായ വിഷയമാണ്. അതുകൊണ്ട് അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് ക്ഷണം കിട്ടിയവർക്ക് തീരുമാനിക്കാം പോണോ വേണ്ടയോ എന്ന്. ആ പ്രസ്താവന ഉടനെ പിൻവലിക്കുമായിരിക്കും. പിന്നെ ശശി തരൂർ ഇത് പറയുന്നത് ആരോടാ? 1 സോണിയാഗാന്ധി ഫ്രം ഇറ്റലി, 2 പഞ്ചാബിൽ പോയി തലപ്പാവ് വെക്കുന്ന, ഉത്തർപ്രദേശിൽ പോയി പൂമാലയും ഇട്ട് കുങ്കുമക്കുറിയും തൊട്ട് ഭജന പാടുന്ന, വേറെ ചിലയിടത്ത് പോയി മുട്ടും കുത്തി നിൽക്കുന്ന രാഹുൽ ഗാന്ധിയോട്. ഈ വിഷയത്തിൽ CPM പങ്കെടുക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് പിന്നെ മുന്നും പിന്നും നോക്കാനില്ലല്ലോ. ഇന്ത്യയുടെ ഒരറ്റത്തേക്ക് വാരി കൂട്ടിയിട്ടിരിക്കുന്നവർക്ക് പിന്നോട്ട് നോക്കിയാൽ പൊരിഞ്ഞ അടി ഓർമ്മ വരും. മുന്നോട്ട് നോക്കിയാലോ അറബിക്കടലും. അപ്പോൾ കടലിൽ ചാടുന്നതിന് മുമ്പ് അവർക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, മുസ്ലിം സമുദായത്തെ ഉദ്ധരിക്കുക. ഏതായാലും ഒരിടത്ത് പിണറായിയും മറ്റൊരിടത്ത് രാഹുലും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. എന്തിന്? പിണറായി ഇന്ത്യയിലെ കമ്മ്യൂണിസം ഇല്ലാതാക്കാനും രാഹുൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാനും.